ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളിയിലെ മനോരോഗികളും നിഞ്ച അസാസിൻസും എന്ന ടോപ്പിക്കിലെ 5 പോയിന്റ്സ് ദാറ്റ് എവ്രി വൺ ഹാസ് ടു റിമെമ്പർ ആർ. ഫസ്റ്റ് വൺ, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. നിങ്ങൾക്ക് ലൈഫിലോ റിലേഷൻഷിപ്പിലോ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഉടനെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിനെ അക്വയർ ചെയ്യുക. ഒരു സർട്ടിഫൈഡ് ആൻഡ് റെപ്യൂട്ടഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത്, ഒരു ഡോക്ടറുടെ അടുത്ത് പോയി നിങ്ങളുടെ എന്തൊക്കെയാണ് കൺഫ്യൂഷൻസ് എന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. സെക്കൻഡ് പോയിന്റ് എന്താണെന്നാൽ നോട്ട് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ് ഇൻ ടു എ നിഞ്ച അസാസിൻ. ഒരു നിഞ്ച അസാസിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു മറ്റൊരാളുടെ ജീവിതം തകർക്കാനോ മറ്റൊരാളെ തന്നെ ഇല്ലാതാക്കാനോ ഉള്ള രീതിയിലേക്ക് ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൊണ്ടെത്തിക്കാതെ ഇരിക്കുക. തേർഡ് പോയിന്റ്, എക്സ്ട്രാ മാരിറ്റൽ അഫയർസ് ആർ എ കംപ്ലീറ്റ് നോ. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് വേറൊരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. ടു ബി ഹോണസ്റ്റ്, അത് ഏതൊരു ആളും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് വേറൊരു റിലേഷൻഷിപ്പും കൂടി ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ നിങ്ങളെ തന്നെ കൂടുതൽ ഡിഫിക്കൽട്ടീസിൽ എത്തിക്കുകയാണ്, അല്ലാതെ നിങ്ങളുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുകയല്ല. അപ്പൊ എക്സ്ട്രാ മാരിറ്റൽ അഫയർസ് ആർ എ കംപ്ലീറ്റ് നോ ഇഫ് യു വോണ്ട് ടു ഹാവ് എ പീസ് ഓഫ് മൈൻഡ് ആൻഡ് എ പീസ്ഫുൾ ലൈഫ്. പിന്നെ ഫോർത്ത് പോയിന്റ്, നോബഡി ക്യാൻ ഫിക്സ് എനിബഡി. നിങ്ങൾക്ക് ആരെയും ഫിക്സ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് നിങ്ങളെ ഫിക്സ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഗ്രോൺ അപ്പ് അഡൾട്ട്സ് ആണ്. നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ സ്വയം, നിങ്ങളുടെ ഇമോഷണൽ ചലഞ്ചസ്, നിങ്ങളുടെ എന്തൊക്കെ ചലഞ്ചസ് ആൻഡ് സിറ്റുവേഷൻസ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അയാളെ അസാസിൻ ചെയ്തുകൊണ്ടോ ഇല്ലാതാക്കിയത് കൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു സൊല്യൂഷൻ അല്ല, ഒരിക്കലും ഒരു നല്ലൊരു സൊല്യൂഷൻ. ഫിഫ്ത് പോയിന്റ്, ഫിക്സ് യുവർ സെൽഫ് ആൻഡ് ഡിഫൈൻ യുവർ ഇമോഷൻസ്. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുകയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് ആണ് തോന്നുന്നതെങ്കിൽ ഇമീഡിയറ്റ്ലി ആസ് ഐ സെഡ് ഫിക്സ് യുവർ സെൽഫ് ബൈ ടേക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഓക്കെ, അല്ലാതെ മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് നിങ്ങളുടെയും ലൈഫ് മറ്റുള്ളവരുടെയും ലൈഫ് ടോർച്ചറസ് ആക്കാതെ ഇമീഡിയറ്റ്ലി സീക്ക് ഹെൽപ്പ് ആൻഡ് ഫിക്സ് യുവർ സെൽഫ് ആൻഡ് ഡിഫൈൻ യുവർ ഇമോഷൻസ്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പാർട്ട്ണറുടെ ഒപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ ഫാമിലി എനി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർ സ്പൗസ് മാത്രമല്ലാതെ തന്നെ എനി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തരം ഇമോഷൻ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഈസ് ഇറ്റ് എ പോസിറ്റീവ് ഇമോഷൻ ഓർ എ നെഗറ്റീവ് ഇമോഷൻ? നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിൽ എപ്പോഴും ഇഫ് ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ ഒരു കൊലീഗോ ഫ്രണ്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള കോൺടാക്ട്സ് മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ഇല്ലാതെ തന്നെ ആക്കാം. അതല്ല ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ യു ഹാവ് ടു ഡിഫൈൻ ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഇമോഷൻ, സീക്ക് ഹെൽപ്പ് ആൻഡ് ഫിക്സ് ഇറ്റ് ഇൻ ടു എ പോസിറ്റീവ് ഇമോഷൻ. ഡോണ്ട് ട്രൈ ടു live in that negative emotion and escalate the situation to a dangerous scenario. Okay, so to know more, please do check out my extended video. The link is below. Thank you all for your time here and bye bye.